ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 12ാമത്തെ രാശിയായ മീനം രാശി. നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം ആരോഗ്യം, ദാമ്പത്യം, ശിക്ഷ, സ്നേഹബന്ധം, ഭാഗ്യം, ജോലി, വ്യാപാരം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. മീനം രാശിക്കാർക്ക് കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനിദേവ് നിങ്ങളുടെ ലഗ്നത്തിൽ മീനം രാശിയിൽ വന്നിരിക്കുന്നത്. ഈ മാസം ഓഗസ്റ്റ് മാസം നവഗ്രഹങ്ങളുടെ ഗോചരങ്ങളും അതിൻ്റെ ഫലങ്ങളും എന്തായിരിക്കും? ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് മാസം മീനൻ രാശിക്കാർക്ക് 1ാം ഭാവത്തിൽ ശനിയും 4ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും 5ൽ സൂര്യനും ബുധനും 6ൽ കേതുവും 7ൽ ചൊവ്വയും 12ാം ഹൗസിൽ രാഹുവുമാണ്. 7ര ശനിയുടെ ഈ കാലത്ത് മീനം രാശിക്കാർക്ക് വളരെയധികം കഷ്ടതകൾ വരുവാൻ കാരണം എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ നിങ്ങളെ ജാതകത്തിൽ അനുഭവങ്ങൾ വരിക. അപ്പോൾ കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെ ജന്മകുണ്ഡലിയിൽ നീചസ്ഥിതിയിലുള്ള ശനിയുടെ സ്ഥാനമാണ്. ഇങ്ങനെയുള്ളവർക്ക് കുടുംബപരമായും സാമ്പത്തികപരമായും വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. എന്താണെന്നാൽ ശനി ഒരു കാർമ്മിക ഗ്രഹം തന്നെയാണ്. ഇങ്ങനെ 7ര ശനിയുടെ കാലം കഷ്ടതകൾ കൂടുതലുള്ളവർ ശനിക്ക് വേണ്ടിയുള്ള ഉപായങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് ആരോഗ്യപരമായി നോക്കിയാൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ രീതിയിലുള്ള ജോയിൻറ്റ്സ് പെയിനൊക്കെ അതുപോലെ തന്നെ കുറച്ച് ക്ഷീണമൊക്കെ വരുന്നതിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം നല്ല ഒരു യോഗം തന്നെയാണ്. 5ാമത്തെ ഹൗസിൽ സൂര്യൻ്റെയും ബുധൻ്റെയും ഒരു യുതി ഉള്ളതുകൊണ്ട് ബുധ ആദിത്യ യോഗം തന്നെ എന്ന് പറയാം. ഈ സമയം ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും എക്സാമോ അതുപോലെ തന്നെ പുതിയ അഡ്മിഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിന് ഒക്കെയുള്ള നല്ല സമയം. 16 ഓഗസ്റ്റിന് ശേഷം സൂര്യൻ 6ാമത്തെ ഹൗസിൽ വരുന്നതോടുകൂടി വീണ്ടും അനുകൂലമായ ഒരു സമയമായിരിക്കും ഈ മാസം. ഈ മാസം നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് കെയർഫുള്ളായിട്ടിരിക്കേണ്ട സമയമാണ്. ചെറിയ കാരണങ്ങളെ ചൊല്ലി നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള